ഇന്ന് ഞാനൊരു ജാപ്പനീസ് നാടോടി കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ കഥയിൽ ഒരു വില്ലാളി വീരനായ ധീരനായ ഒരാളുണ്ട്. ഇയാളുടെ പേര് ഫ്യൂജിവാര ഹിഡെസാറ്റോ എന്നായിരുന്നു. ഈ ഫ്യൂജിവാര ഹിഡെസാറ്റോ എങ്ങനെയാണ് തവാര തോഡ എന്ന പേരിൽ അറിയപ്പെടാൻ ഇടയായത് എന്നാണ് ഈ കഥ പറയുന്നത്. തവാര തോഡ എന്ന വാക്കിനർത്ഥം അരിസഞ്ചിയുടെ അധികാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഫ്യൂജിവാര ഹിഡെസാറ്റോ എന്ന ആള് ഈ അരിച്ചാക്കിൻ്റെ അല്ലെങ്കിൽ അരിസഞ്ചിയുടെ അധികാരിയായി മാറിയത് എങ്ങനെ എന്നാണ് നമ്മുടെ ഈ കഥ പറഞ്ഞു തരാൻ പോകുന്നത്. പണ്ട് ജപ്പാനിൽ വളരെ ധീരനായ ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേരായിരുന്നു ഫ്യൂജിവാര ഹിഡെസാറ്റോ. വളരെ ധീരനായ ഈ ഹിഡെസാറ്റോയ്ക്ക് തൻ്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ വലിയ അവസരങ്ങളൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല. അയാൾക്ക് സാഹസിക കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും എല്ലാ ദിവസവും സാഹസിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള അവസരമൊന്നും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹിഡെസാറ്റോയ്ക്ക് എന്തെങ്കിലുമൊക്കെ സാഹസിക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ അവസരം വലുതായിട്ടൊന്നും കിട്ടുന്നുമില്ല. വെറുതെ ഇരിക്കാൻ മടിയായിട്ട് അയാൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് അന്വേഷിച്ച് ഇടയ്ക്കിടയ്ക്ക് നാട് ചുറ്റാൻ ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അയാൾ തൻ്റെ വലിയ ഷൂസൊക്കെ എടുത്തിട്ട് വലിയ 2 വാളുകളും ഒരു വലിയ വില്ലും ആവനാഴിയിൽ കുറച്ച് അമ്പുകളും ഒക്കെ എടുത്ത് ചെറിയൊരു യാത്രയ്ക്കിറങ്ങി. അങ്ങനെ യാത്ര ചെയ്ത് കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ അവരുടെ നാട്ടിലെ വലിയൊരു തടാകമുണ്ടായിരുന്നു. ആ തടാകത്തിൻ്റെ കരയിലെത്തി. ബിവ എന്നായിരുന്നു ഈ തടാകത്തിൻ്റെ പേര്. വളരെ വലിയൊരു തടാകമായിരുന്നു ഇത്. ഈ തടാകത്തിന് കുറുകെ ഒരു പാലമുണ്ടായിരുന്നു. സേത്താനോ കറാഷി എന്നായിരുന്നു ഈ പാലത്തിൻ്റെ പേര്. ഗ്രാമത്തിലെ ജനങ്ങൾ തടാകം കുറുകെ കടക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പാലമായിരുന്നു ഇത്. തടാകത്തിന് കുറുകെ അല്ലെങ്കിൽ ഒരുപാട് ദൂരം നടന്ന് വേണം, വട്ടം ചുറ്റി വേണം പോകാൻ. അങ്ങനെ ചുറ്റി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ നിർമ്മിച്ച വലിയൊരു പാലമായിരുന്നു ഈ സേത്താനോ കരാഷി. അപ്പോൾ ഈ പാലത്തിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹിഡെസാറ്റോ അടുത്തേക്ക് എത്തുമ്പോൾ നോക്കുമ്പോൾ ആ പാലത്തിൽ എന്തോ നീളത്തിൽ കിടക്കുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പാമ്പാണെന്നാണ് ആദ്യം കരുതിയത്, വലിയൊരു പെരുമ്പാമ്പ്. പക്ഷേ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് അതൊരു പെരുമ്പാമ്പല്ല, അതൊരു ഡ്രാഗണാണ് എന്ന് മനസ്സിലാകുന്നത്. അതിൻ്റെ നീളൻ നഖങ്ങൾ പാലത്തിൻ്റെ കൈവരിയിലേക്ക് ഉയർത്തി വെച്ച് അതിൻ്റെ വാല് കുറച്ച് ഭാഗം വെള്ളത്തിലേക്ക് നീട്ടിയിട്ട് അതിൻ്റെ മുഖം പാലത്തിൽ അമർത്തി വെച്ച് അത് ഉറങ്ങുകയാണ്. ശ്വാസം എടുക്കുമ്പോൾ അതിൻ്റെ മൂക്കിൽ നിന്ന് പുക പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അടുത്തേക്ക് നടന്നടുക്കുമ്പോൾ വല്ലാതെ ചൂടും തോന്നുന്നുണ്ടായിരുന്നു. നല്ല ഉറക്കമായിരുന്നു അത്. ഹിഡെസാറ്റോ ഒന്ന് ആലോചിച്ചു, വ്യാളി ഉറങ്ങുകയാണ്, വേണമെങ്കിൽ തിരിച്ചു പോകാം, അല്ലെങ്കിൽ അതിനെ കവച്ച് വെച്ച് പാലം കടന്നു പോകണം. നല്ല വലിപ്പമുള്ള വ്യാളി ആയതുകൊണ്ട് കാല് കവച്ച് വെച്ച് നടക്കാൻ പറ്റില്ല, അതിൻ്റെ പുറത്തു കൂടി കയറി വേണം അപ്പുറത്ത് പോകാൻ. എന്ത് വേണം എന്ന് അയാൾ കുറച്ച് നേരം ആലോചിച്ചു. പിന്നെ വിചാരിച്ചു, എന്തെങ്കിലുമൊക്കെ സാഹസിക കാര്യങ്ങൾ ചെയ്യാൻ ഉറച്ച് വീട്ടിൽ നിന്നിറങ്ങിയതല്ലേ, ഒരു വ്യാളിയെ കണ്ട് പേടിച്ച് തിരിച്ചു പോകണ്ട, ഇതിനെ കടന്ന് മുന്നോട്ട് പോകാം. പാലത്തിൽ കയറിയപ്പോൾ ചെറിയ ശബ്ദമുണ്ടായി. തടിപ്പാലമായതുകൊണ്ട് ക്രീക്ക് ക്രീക്ക് എന്ന ശബ്ദമുണ്ടായി. എന്നിട്ടും വളരെ സൂക്ഷിച്ച് കാലടികൾ വെച്ച് അയാൾ പതുക്കെ നടന്ന് ആ വ്യാളിയുടെ അടുത്തെത്തി. എന്നിട്ട് പതുക്കെ തൻ്റെ കാലുകൾ അതിൻ്റെ പുറത്ത് വെച്ചു. നല്ല വലിപ്പമുള്ള വ്യാളി ആയതുകൊണ്ട് സാധാരണ മനുഷ്യർ കടന്നു പോയാൽ അത് അറിയുകയില്ല എന്നൊരു വിചാരം ഹിഡെസാറ്റോയ്ക്കുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. വ്യാളി അനങ്ങിയതേയില്ല. അപ്പോൾ ഹിഡെസാറ്റോ തൻ്റെ 2ാമത്തെ കാലും വ്യാളിയുടെ പുറത്ത് വെച്ചു. പിന്നെ പതുക്കെ മുന്നോട്ട് നടന്ന് അതിനെ കടന്ന് അപ്പുറത്തെത്തി. പെട്ടെന്ന് പുറകിൽ എന്തോ ശബ്ദം കേട്ടു. വ്യാളി ഉണർന്നു എന്ന് തന്നെ കരുതി അയാൾ തൻ്റെ വാൾപ്പിടിയിൽ കൈവച്ചുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ ആ വ്യാളിയില്ല. പകരം വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യൻ അവിടെ കുനിഞ്ഞിരിക്കുന്നു. മുട്ടുകുത്തി തല മുന്നോട്ട് കുനിച്ച് ഹിഡെസാറ്റോയെ തൊഴുതുകൊണ്ട് അയാൾ അവിടെ ഇരിക്കുകയാണ്. ഹിഡെസാറ്റോ ആദ്യം ഒന്ന് അമ്പരന്നു. തൻ്റെ പിന്നിലുണ്ടായിരുന്ന വ്യാളി മറഞ്ഞു പോയതാണോ അതോ അത് മാറി ഇയാളായതാണോ എന്ന് അയാൾക്ക് മനസ്സിലായില്ല. പിന്നിലിരിക്കുന്ന മനുഷ്യൻ പച്ച നിറമുള്ള നല്ല തിളക്കമുള്ള വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. അയാളുടെ മുടിക്ക് തിളങ്ങുന്ന ചുവന്ന നിറമായിരുന്നു. അയാളൊരു സാധാരണ മനുഷ്യനല്ല എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഹിഡെസാറ്റോ ചോദിച്ചു, നിങ്ങൾ ആരാ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഈ തടാകത്തിലെ രാജാവാണ്, തടാകത്തിലെ വ്യാളികളുടെ രാജാവാണ്. ഞാൻ കുറേ ദിവസമായിട്ട് ആരെങ്കിലും ധൈര്യമുള്ള ഒരാൾ വരാൻ വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുന്നു. എനിക്കൊരു സഹായം ആവശ്യമുണ്ട്. ആ സഹായം ചെയ്തു തരാൻ പറ്റിയ ഒരാളെ കാത്താണ് ഞാൻ ഇതുവരെ ഇരുന്നത്. ഹിഡെസാറ്റോ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത്? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ഒരു ശത്രുവുണ്ട്. അതൊരു വലിയ പഴുതാരയാണ്, ഒരു ഭീകരൻ പഴുതാര. അത് അങ്ങോട്ട് നോക്കൂ, ആ കാണുന്ന
പർവ്വതത്തിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. ഞാനാണെങ്കിൽ ഈ തടാകത്തിൻ്റെ അടിയിലെ കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് ഭാര്യയും മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് വലിയൊരു കുടുംബമുണ്ട്. ഞങ്ങൾ വളരെ സമാധാനത്തോടെ ഈ തടാകത്തിനടിയിൽ ജീവിക്കുകയായിരുന്നു. പക്ഷേ ഈ പഴുതാര എങ്ങനെയോ ഞങ്ങളെപ്പറ്റി അറിഞ്ഞു. അന്നു മുതൽ എല്ലാ ദിവസവും രാത്രി അവൻ ഞങ്ങളുടെ കൊട്ടാരത്തിൽ വന്ന് ഓരോരുത്തരെയായി പിടിച്ചുകൊണ്ട് പോകും. എൻ്റെ കൊച്ചുമക്കളിൽ പലരെയും ഈ പഴുതാര പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു. ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ വംശം തന്നെ ഇല്ലാതാവും. എനിക്ക് തന്നെ ഇവനോട് എതിരിടാൻ ബലമില്ല. അതുകൊണ്ട് എന്നെ സഹായിക്കാൻ പറ്റിയ ധീരനായ ഒരാളെ അന്വേഷിച്ച് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഒരു വ്യാളിയുടെ രൂപം ധരിച്ച് ഈ പാലത്തിൽ വന്ന് കിടക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇതുവഴി വന്നു. പക്ഷേ എന്നെ കണ്ട് പേടിച്ച് എല്ലാവരും തിരിച്ചുപോയി. നിങ്ങളൊരാൾ മാത്രമാണ് എനിക്ക് മേലെ കൂടി കടന്ന് ഈ പാലം കടക്കാൻ ധൈര്യം കാണിച്ചത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ടെന്ന്. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ഹിഡസാത്തോ പറഞ്ഞു, ശരി, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ ഈ തടാകത്തിലെ രാജാവ് പറഞ്ഞു, അങ്ങ് എങ്ങനെയെങ്കിലും ഈ പഴുതാരെ ഒന്ന് കൊന്നു തരണം. ഇപ്പോൾ തൽക്കാലം ഞങ്ങളുടെ കൂടെ കൊട്ടാരത്തിൽ വരും. രാത്രി ആയാലേ അത് വരികയുള്ളൂ. അങ്ങനെ ഹിഡസാത്തോ ഈ രാജാവിനൊപ്പം തടാകത്തിനടിയിലേക്ക് പോകാനിറങ്ങി. രാജാവ് ഉടൻ തന്നെ തൻ്റെ വ്യാളി രൂപം കൈക്കൊള്ളുകയും ഹിഡസാത്തോയുടെ തൻ്റെ പുറത്ത് കയറിയിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം അത് പാലത്തിൽ നിന്ന് താഴെ വെള്ളത്തിലേക്ക് കുതിച്ചു. വെള്ളത്തിൽ ചെന്ന് മുട്ടി വെള്ളത്തിനടിയിലേക്ക് യാത്ര ചെയ്തിട്ടും ഹിഡസാത്തോ നോക്കുമ്പോൾ തൻ്റെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം പോലും പറ്റിയിട്ടില്ല. വസ്ത്രങ്ങളൊന്നും നനഞ്ഞിട്ടില്ല. വെള്ളത്തിനടിയിൽ കണ്ട കാഴ്ചയാണെങ്കിലോ അതിമനോഹരമായിരുന്നു. നീലയും പച്ചയും കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായൊരു കൊട്ടാരമായിരുന്നു ജലത്തിനടിയിലുണ്ടായിരുന്നത്. അവിടെ ഈ രാജാവിൻ്റെ ഭാര്യയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവർക്കും തീ മഞ്ഞ കളറുള്ള മുടിയും പച്ച കണ്ണുകളും നല്ല നീല ഉടുപ്പുകളും ഒക്കെയായിരുന്നു. ഹിഡസാത്തോ കടലിനടിയിലെ കൊട്ടാരങ്ങളെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. അവിടെ ഒരുപാട് മീനുകളുണ്ട്, കടൽ കുതിരകളും നക്ഷത്ര മത്സ്യങ്ങളും ശംഖുകളും കക്കകളും ചിപ്പികളും ഒക്കെ ഉണ്ട് എന്നൊക്കെ അയാൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കേട്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു കാഴ്ചയായിരുന്നു ഈ കൊട്ടാരത്തിന് ചുറ്റും ഉണ്ടായിരുന്നത്. ഈ കൊട്ടാരത്തിന് ചുറ്റും പല വർണ്ണത്തിലുള്ള ചെറുമീനുകൾ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായൊരു സംഗീതം അവിടെ മുഴങ്ങുന്നുണ്ടായിരുന്നു. രാജാവിനൊപ്പം എത്തിയ ധീരനായ മനുഷ്യനെ ആ കൊട്ടാരത്തിലുള്ളവരെല്ലാവരും ചേർന്ന് വളരെ സ്നേഹത്തോടെ ആദരവോടെ അകത്തേക്ക് ആനയിച്ചു. അവരയാൾക്ക് വളരെ രുചികരമായ ഭക്ഷണം വിളമ്പിയ പാത്രങ്ങളൊക്കെ ഹിഡസാത്തോ വളരെ സന്തോഷത്തോടെ നോക്കിക്കണ്ടു. അത് താമര ഇതളുകളുടെ രൂപത്തിലുള്ളതായിരുന്നു. താമര ഇതളുകളുടെ രൂപത്തിലുള്ള കണ്ണാടി പാത്രങ്ങൾ, താമര ഇലകളുടെ രൂപത്തിലുള്ള കസേരകളും മേശകളും. ഹിഡസാത്തോ വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. ഹിഡസാത്തോയ്ക്കൊപ്പം ആ കുടുംബത്തിലുള്ള എല്ലാവരും വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയും പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ രാത്രിയായി. ആഘോഷങ്ങളിൽ മതിമറന്നിരുന്ന അവർ രാത്രി വളരുന്നത് അറിഞ്ഞതേയില്ല. പെട്ടെന്ന് ആ കൊട്ടാരം ഒന്നാകെ കുലുങ്ങുന്നത് പോലെ തോന്നി. അവിടെ ഉള്ളവരെല്ലാവരും പേടിച്ച് വിറച്ചു. രാജാവ് ഹിഡസാത്തോയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദാ അവൻ വരാറായി, അതിൻ്റെ ശബ്ദമാണിത്. 1000 പടയാളികൾ ഒരുമിച്ച് മാർച്ച് ചെയ്തു വരുന്നത് പോലെയുള്ളൊരു ശബ്ദം ഹിഡസാത്തോ കേട്ടു. അയാൾ ആ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലിറങ്ങിയെന്ന് ദൂരേക്ക് നോക്കി. അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ സാധാരണ ആകാശം എന്ന് വിചാരിക്കുന്നത് പോലെ ഇവിടെ വെള്ളത്തിൻ്റെ ഉപരിതലമായിരുന്നു. ആ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ ഹിഡസാത്തോ പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഉപരിതലമാകെ തീ വീണതുപോലെ തിളങ്ങുന്നത് കണ്ടു. രാജാവ് പറഞ്ഞു, അവൻ്റെ കണ്ണുകളിൽ നിന്നുള്ള പ്രകാശമാണ് ഈ ജലത്തിന് മുകളിൽ വീഴുന്നത്. കുറച്ച് ദൂരെയായിട്ട് പർവ്വതത്തിന് മുകളിൽ തിളങ്ങുന്ന 2 തീഗോളങ്ങൾ ഹിഡസാത്തോ കണ്ടു. രാജാവ് പറഞ്ഞു, അത് അവൻ്റെ കണ്ണുകളാണ് ആ പർവ്വതത്തിന് മുകളിൽ തിളങ്ങിക്കാണുന്നത്. ഹിഡസാത്തോ സൂക്ഷിച്ചു നോക്കി. പർവ്വതത്തിന് ചുറ്റും തൻ്റെ വാലുകൊണ്ട് 7 ചുറ്റി തല ഉയർത്തി നിൽക്കുന്ന വലിയ ഒരു പഴുതാരയെ ഹിഡസാത്തോ കണ്ടു. ഹിഡസാത്തോ തൻ്റെ അമ്പും വില്ലും വേഗം എടുത്തു തരാൻ രാജാവിനോട് പറഞ്ഞു. വിരുന്ന് തുടങ്ങിയപ്പോൾ മുറിയുടെ മൂലയ്ക്ക് അയാൾ മാറ്റിവെച്ചിരുന്ന അമ്പും വില്ലും രാജാവ് എടുത്തുകൊണ്ട് വന്ന് ഹിഡസാത്തോയുടെ കയ്യിൽ കൊടുത്തു. ഹിഡസാത്തോ തൻ്റെ ആവനാഴിയിലേക്ക് നോക്കി. ആകെ 3 അമ്പുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. അയാൾ ഒന്നാമത്തെ അമ്പെടുത്ത് ഞാണ് വലിച്ച് പഴുതാരയുടെ നെറ്റി ലക്ഷ്യമാക്കി എയ്തു. ആ വലിയ അമ്പ് പാഞ്ഞു ചെന്ന് ആ പഴുതാരയുടെ നെറ്റിയിൽ തറച്ചെങ്കിലും അതൊരു ചെറിയ ഈർക്കിൽ കഷ്ണമോ തീപ്പെട്ടിക്കൊള്ളിയോ പോലെ ആ പഴുതാര എടുത്ത് ദൂരെ കളഞ്ഞു. ഹിഡസാത്തോ തൻ്റെ 2ാമത്തെ അമ്പും എടുത്ത് പഴുതാരയ്ക്ക് നേരെ എയ്തെങ്കിലും അതിനും ആദ്യത്തെ അമ്പിൻ്റെ അതേ വിധി തന്നെ സംഭവിച്ചു. ഹിഡസാത്തോ ഒന്ന് പതറി. തൻ്റെ അമ്പുകൾക്ക് ഈ പഴുതാരയെ കൊല്ലാനുള്ള ബലമില്ല, ശക്തിയില്ല എന്ന് തന്നെ ഹിഡസാത്തോയ്ക്ക് തോന്നി. പക്ഷേ അപ്പോൾ അയാൾ തൻ്റെ മുത്തച്ഛൻ്റെ വാക്കുകൾ ഓർത്തു. പണ്ട് കാലത്ത് മുത്തച്ഛൻ പറയാറുണ്ടായിരുന്നു, മനുഷ്യൻ്റെ ഉമിനീരിന് പഴുതാരകളെ കൊല്ലാനുള്ള ശക്തി ഉണ്ടെന്ന്.
ആ വാക്കുകൾ ഓർമ്മിച്ച ഹിഡസാത്തോ തൻ്റെ അമ്പിൻ്റെ അറ്റം തൻ്റെ വായിൽ കടത്തി അതിലാകെ ഉമിനീര് പുരട്ടിയിട്ട് വീണ്ടും എയ്തു. ഇത്തവണ അത് നേരെ ആ പഴുതാരയുടെ നെറ്റിൽ ചെന്ന് തറയ്ക്കുകയും പഴുതാര ഒരു വലിയ അലർച്ചയോടെ നിലം പതിക്കുകയും ചെയ്തു. പർവ്വതത്തിന് ചുറ്റും 7 ചുറ്റിയിരുന്ന അതിൻ്റെ വാലഴിഞ്ഞ് അതൊരു വലിയ ശബ്ദത്തോടെ വെള്ളത്തിലേക്ക് വീഴുന്നത് ഹിഡസാത്തോ കണ്ടു. പഴുതാര വെള്ളത്തിൽ വീണതും വെള്ളമാകെ കലങ്ങി മറിയുകയും കൊട്ടാരം ആകെ കുലുങ്ങുകയും ചെയ്തു. കൊട്ടാരത്തിലുള്ള എല്ലാവരും നിലത്ത് വീണു. അപ്പോഴേക്കും ആകാശത്ത് ഇടിമിന്നലുണ്ടാവുകയും വലിയ കാറ്റടിക്കുകയും പേമാരി പെയ്യുകയും ചെയ്തു. ഭൂമി ആസകലം കുലുങ്ങുകയും ആകാശത്ത് മിന്നൽ പിണരുകൾ നൃത്തം ചെയ്യുകയും ചെയ്തു. പ്രകൃതി വല്ലാതെ പ്രക്ഷുബ്ധമായതിനാൽ ആർക്കും ഒന്നും കാണാൻ പറ്റിയില്ല. എല്ലാവരും ആ കൊട്ടാരത്തിൻ്റെ ഓരോ മൂലകളിൽ വീണ് കിടക്കുകയും ഉറങ്ങിപ്പോവുകയും ചെയ്തു. നേരം വെളുത്തപ്പോഴാണ് ഹിഡസാത്തോ കണ്ണു തുറന്നത്. പുറത്തേക്ക് നോക്കുമ്പോൾ തലേന്ന് കണ്ടതിലും മനോഹരമായിരിക്കുന്നു കൊട്ടാരം എന്നയാൾക്ക് തോന്നി. കൊട്ടാരത്തിലുള്ള എല്ലാവരും നേരത്തെ ഉണർന്ന് ഹിഡസാത്തോയ്ക്ക് ചുറ്റും അയാൾ ഉണരാൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഹിഡസാത്തോ ഉണർന്നതോടെ അവരയാളെ പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ച് അയാൾ നോക്കുമ്പോൾ വെള്ളത്തിന് മുകളിൽ ഭീമാകാരനായ പഴുതാര ചത്ത് പൊങ്ങിക്കിടക്കുന്നത് കണ്ടു. ഹിഡസാത്തോ പറഞ്ഞു, എൻ്റെ ജോലി തീർന്നല്ലോ, ഞാനിനി പോകട്ടെ. എൻ്റെ വീട്ടിലെല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ തടാകത്തിൻ്റെ രാജാവ് പറഞ്ഞു, അങ്ങ് ഉടനെ പോകരുത്, ഞങ്ങളുടെ സൽക്കാരം സ്വീകരിച്ച് അങ്ങ് കുറച്ച് ദിവസം ഇവിടെ താമസിക്കണം. ഹിഡസാത്തോ പറഞ്ഞു, അത് യാതൊരു കാരണവശാലും സാധ്യമല്ല. എനിക്ക് എങ്ങും വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. ഞാനെന്തെങ്കിലും ജോലിയുണ്ടോ? എങ്ങനെ കുറച്ച് പുതിയ കാര്യങ്ങൾ ചെയ്ത് കുറച്ച് സാഹസിക കൃത്യങ്ങൾ ചെയ്ത് സമയം കളയാം എന്ന് കരുതി ഇറങ്ങിയതാണ്. എനിക്ക് നല്ലൊരു നേരം പോക്കായല്ലോ. ഇനി ഞാൻ പോകട്ടെ, എനിക്ക് സന്തോഷമായി. എന്നാൽ രാജാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഹിഡസാത്തോയെ അങ്ങനെ പറഞ്ഞുവിടാൻ വലിയ ദുഃഖമുണ്ടായിരുന്നു. പെട്ടെന്ന് കുറേ മീനുകൾ വരിവരിയായിട്ട് അങ്ങോട്ട് വന്നു. ഹിഡസാത്തോയുടെ മുന്നിൽ വരിവരിയായിട്ട് നിന്ന ഓറഞ്ച് നിറത്തിലുള്ള മീനുകൾ പെട്ടെന്ന് മനുഷ്യരായിട്ട് മാറി. അത് രാജാവിൻ്റെ സേവകരായിരുന്നു. അവർ കുറേ സമ്മാനങ്ങളും കൊണ്ടായിരുന്നു വന്നത്. ആദ്യത്തെ മീനിൻ്റെ കയ്യിൽ ഒരു വലിയ മണിയായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ മീനിൻ്റെ കയ്യിൽ ഒരു അരിസഞ്ചി. മൂന്നാമത്തെ മീനിൻ്റെ കയ്യിൽ ഒരു വലിയ ചുരുള് സിൽക്ക് തുണി. നാലാമത്തെ മീനിൻ്റെ കയ്യിൽ ഒരു വലിയ കലം. തടാകത്തിൻ്റെ രാജാവ് പറഞ്ഞു, ഇതെല്ലാം സ്വീകരിക്കാതെ അങ്ങനെ ഞങ്ങൾ വിടുകയില്ല. അവസാനം അവരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഹിഡസാത്തോ ഈ സമ്മാനങ്ങളെല്ലാം സ്വീകരിക്കാമെന്ന് ഏറ്റു. രാജാവ് വ്യാളി രൂപം പൂണ്ട് അദ്ദേഹത്തിൻ്റെ പുറത്തിരുത്തി ഹിഡസാത്തോയെ വെള്ളത്തിൻ്റെ പുറത്ത് തടാകത്തിൻ്റെ കരയിലെത്തിച്ചു. ഹിഡസാത്തോ കരയിൽ കാല് ചവിട്ടിയപ്പോഴേക്കും മനുഷ്യരൂപം പൂണ്ട മീനുകൾ ആ സമ്മാനവുമായിട്ട് കരയിലെത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഹിഡസാത്തോയുടെ പിന്നാലെ നടന്നു. ഹിഡസാത്തോ മുന്നേ തൻ്റെ വീട്ടിലേക്ക് നടന്നു. തലേന്ന് പുറത്തുപോയ ഹിഡസാത്തോയെ കാണാതെ അയാളുടെ കുടുംബം വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അവർ വിചാരിച്ചു തലേ രാത്രിയിൽ വലിയ മഴയും ഇടിമിന്നലും ഒക്കെ ആയിരുന്നല്ലോ, അത് കാരണം തിരിച്ചു വരാൻ പറ്റാതെ ഹിഡസാത്തോ എവിടെയെങ്കിലും തങ്ങിയതായിരിക്കുമെന്ന്. രാവിലെ അവർ നോക്കുമ്പോൾ ഹിഡസാത്തോ ദൂരെ നിന്ന് നടന്നു വരുന്നതുകൊണ്ട് പിന്നാലെ കുറേ ആൾക്കാരുമുണ്ട്. അവരെല്ലാവരും ഹിഡസാത്തോയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നിന്നു. ഹിഡസാത്തോ വലിയൊരു കാര്യം ചെയ്ത് തീർത്ത സംതൃപ്തിയിൽ തൻ്റെ വീട്ടിലേക്കെത്തി. കൂടെ വന്ന മീനുകൾ ആ സമ്മാനങ്ങളെല്ലാം ഹിഡസാത്തോയ്ക്ക് കൊടുത്തിട്ട് തിരിച്ചുപോയി. ആ സമ്മാനങ്ങളൊന്നും സാധാരണ സമ്മാനങ്ങളായിരുന്നില്ല. ആദ്യത്തെ സമ്മാനം ഒരു മണിയായിരുന്നല്ലോ. ഹിഡസാത്തോ ആ മണി തൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് സംഭാവന കൊടുത്തു. ആ മണി വെച്ച നൂറ്റാണ്ടുകളോളം ആ ഗ്രാമം ആകെ മുഴങ്ങുമായിരുന്നു. രണ്ടാമത്തെ സമ്മാനം ഒരു വലിയ അരിസഞ്ചിയായിരുന്നല്ലോ. ആ അരിസഞ്ചിയിൽ നിന്ന് എത്ര അരി എടുത്താലും അത് തീരുകയുണ്ടായിരുന്നില്ല. നാട്ടുകാർക്ക് മുഴുവൻ അരി കൊടുത്താലും പിന്നെയും സഞ്ചിയിൽ അരി ബാക്കിയാവും. ഒരിക്കലും അരി ഒഴിയാത്ത ഒരു സഞ്ചിയായിരുന്നു അത്. മൂന്നാമത്തതൊരു വലിയ ചുരുള സിൽക്ക് തുണിയായിരുന്നു. ആ സിൽക്ക് തുണിയിൽ നിന്ന് എത്ര മുറിച്ചെടുത്താലും തുണി തീരുകയില്ല. നാലാമത്തെ സമ്മാനമായ പാത്രമാണെങ്കിൽ ആ പാത്രത്തിൽ എന്ത് പാചകം ചെയ്യണമെങ്കിലും തീയുടെ ആവശ്യമില്ല. മാത്രമല്ല ആ പാത്രത്തിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതിന് വലിയ രുചിയായിരുന്നു. അത്ര രുചികരമായിട്ട് മറ്റൊരു പാത്രത്തിലും ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ഹിഡസാത്തോ തനിക്ക് കിട്ടിയ ഈ സമ്മാനങ്ങളുമായിട്ട് പിന്നീടുള്ള കാലം വളരെ സുഖമായിട്ട് ജീവിച്ചു. ഒരിക്കലും ഒഴിയാത്ത അരിസഞ്ചി കിട്ടിയ അയാളെ പിന്നീട് വന്ന ആൾക്കാരെല്ലാവരും അരിസഞ്ചിയുടെ അധികാരി എന്ന് അർത്ഥം വരുന്ന തവാര തോഡ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് അരിസഞ്ചിയുടെ അധികാരിയായ തവാര തോഡയുടെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.